ഞങ്ങളുടെ ഡേ 3 ഇൻ ശ്രീനഗർ. ഞങ്ങളിപ്പോൾ ഗുൽമർഗിൽ എത്തിയേക്കുവാണ്. ഇവിടെ നല്ല ക്യൂ ആണ്. എന്നാലും ഞങ്ങൾ ഗുൽമർഗ് ആസ്വദിക്കാനായിട്ട് ഞങ്ങളുടെ ടീമിലെ എല്ലാവരും കൂടി ഇപ്പോൾ ഗുൽമർഗിലേക്ക് യാത്രയാകുകയാണ്. ഡേ 3 ഇൻ കാശ്മീർ. ये देखो धूप की तरफ देखो पहले, ये नहीं चलेगा. अब देखो इसमें भी ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നടക്കാണ്. ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ താഴെയുള്ളൂ ഗൊണ്ടോള റോപ്പ് വേ വരെ. അവരുടെ ടാക്സിക്കൊക്കെ നന്നായിട്ട് ചാർജ് ചെയ്യും. നിങ്ങൾക്ക് നടക്കാൻ അത്യാവശ്യം ഹെൽത്തി ആണെങ്കിൽ നടക്കാവുന്നതേ ഉള്ളൂ. ഈ പാവങ്ങളെ കൊണ്ടൊന്നും വലിപ്പിക്കാതിരിക്കണം നല്ലല്ലേ. ശരിക്കും അതൊരു ഡോമിനേഷൻ. നമ്മൾ ഇരിക്കുന്നു, അവർ വലിക്കുന്നു, കാശിന് വേണ്ടി അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. ടിക്കറ്റ്സ് ഇനി നമ്മുടെ ബാക്കി ഫാമിലിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാനാണ്. അവര് വരുമ്പോ നമ്മൾ എന്തായാലും അകത്തേക്ക് ഇറങ്ങുമായിരിക്കും. അവരാദ്യമേ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എങ്ങോട്ടോ പോയി. അവരെ നോക്കി നടന്ന് ഞങ്ങൾ കണ്ടോളവരെത്തി. ഇനിയിപ്പോൾ അവര് തിരിച്ചു വരുമ്പോ അവരുടെ ചീത്ത കേൾക്കാം. അപ്പോ അത് ഞങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. അതെ, സ്റ്റേ ട്യൂൺഡ്. ബൈ ലോക്. ഞങ്ങള് വണ്ടിന്ന് അറിയുമ്പോ നിങ്ങളെ കണ്ടില്ല. ഞങ്ങള് നിങ്ങളെ നോക്കി ഇങ്ങനെ ഹായ്. ഞങ്ങൾ ഇന്ന് ഗണ്ടോലയിൽ വന്നു. പക്ഷെ ഇവിടെ വളരെ ക്യൂ ആണ്. ഞങ്ങൾ കുറേ നിന്നു. ഇപ്പൊ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഇനിയും ഒരു അരമണിക്കൂർ കൂടി ക്യൂ നിൽക്കേണ്ടി വരും. അത് ഭയങ്കര ഒരു ടാസ്ക് ആണ്. റൈഡിൽ കയറാൻ പോവാണ് സൂപ്പർ സ്റ്റാർ AJP ഫ്രം കാശ്മീർ. ഹലോ ഗൈസ്, നമ്മളിപ്പോ ഗുൽമാർഗിൽ ഫസ്റ്റ് ഫേസിൽ കയറാനായിട്ട് 1 മണിക്കൂറായിട്ട് ലൈൻ നിൽക്കുന്നതാണ്. നമ്മൾ ആ ബിൽഡിങ്ങിലെത്തി. പിന്നെ ഒരു 20 മിനിറ്റിനകം നമ്മൾ കേബിൾ കാർ കയറും. ഓക്കെ. എന്റെ പപ്പ ബിവറേജിൽ പോലും ഇത്രയും എനിക്ക് നിന്നിട്ടില്ല. ഇത്രയും ക്ഷമയോടെ. അതെ. ന്യൂജനം പിള്ളേരെ കൂടി ഞാൻ തകർക്കണേ. അല്ല, ഞങ്ങളെ പോലെയുള്ള ഞങ്ങളെ പോലെ ഈ പ്രായത്തിലും ഇങ്ങനെ ന്യൂജൻ പിള്ളേരെ കൂടി നടക്കാൻ പറ്റിയതിനൊരു സന്തോഷം. ഇനി ഒരു കാരണവശാലും വരില്ല. ഇനിയൊരോട്ടും കയറാൻ വേണ്ടി തൊട്ടടുത്ത് നിൽക്കുമ്പോൾ കേബിളിന് എന്തോ ചെറിയ കംപ്ലൈന്റ് വന്നു. ഒരു 40 മിനിറ്റായി വെയിറ്റ് ചെയ്യുന്നത്. ഇവര് പറയുന്നത് കേറിയവര് കേറി, ബാക്കിയുള്ളവര് വെയിറ്റ് ചെയ്ത് സമയം കളയണ്ട, 1 മണിക്കൂർ ഇവിടെ പിടിക്കും ശരിയാവാൻ എന്നാണ്. ഗൈസ്, ഞങ്ങളിപ്പോൾ ലൈനിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറായി. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ തൊട്ടടുത്തെത്തിയപ്പോൾ മെഷീൻ തകരാറായി. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം തറയായിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എല്ലാം തറയാണ്. അപ്പോൾ ദൈവം സഹായിച്ച് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പോകും. സമയം 3:22. കേടായി.
ഹായ് ഗൈസ്, നിങ്ങളുടെ സ്വന്തം കേന്ദ്ര സമിതി പ്രസിഡന്റ്. കേന്ദ്ര സമിതി. ഇവിടുന്ന് എന്താടാ ഫേസ് 1 പോലും കിട്ടില്ല എന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനെ ഫേസ് 2ലേക്ക് എൻട്രി കിട്ടിയിട്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് ഫേസ് 2ലേക്കാണ് പോകുന്നത്. ഫേസ് 1 നിന്ന് തിരിച്ചു പോകാനുള്ളവരുടെ ക്യൂ ആണ് കാണുന്നത്. അതെ, ഹലോ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഗുൽമാർഗിലെ ഫേസ് 2 സ്റ്റേഷനിലാണ്. സംസാരിക്കാൻ വേണ്ടിയുള്ളല്ലേ. അങ്ങനെ നല്ലൊരു റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഫേസ് 1ഉം ഫേസ് 2ഉം ഞങ്ങൾ മനോഹരമായി കവർ ചെയ്തു. കാശ്മീർ, ഹെവൻ ഓൺ എർത്ത്. നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. നമുക്ക് തിരിച്ചു പോകണേണ്. സമയം ഇപ്പോൾ 7 മണിയായി. ഇത്ര നേരം ഇവിടെ എന്നിട്ട് 4 മണിയായപ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയത്. ഒരു 7 മണിയായപ്പോഴേക്കും നമ്മൾ തിരിച്ചിറങ്ങണേണ്. വിചാരിക്കണ പോലെ അല്ല, പുറകിൽ വന്നവരൊക്കെ മാക്സിമം നേരത്തെ വരിക. ക്യൂ ഒക്കെ ഒഴിവാക്കിയിട്ട് പോകാമെങ്കിൽ എത്രയും വേഗം നേരത്തെ വന്നു കഴിഞ്ഞാൽ അത്രയും വേഗം തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റും. ഇതുപോലെ ഇത്രയും വലിയ ക്യൂ നിൽക്കേണ്ടി വരും.